കൊള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് കൊള്ളിക്കറി വെക്കാം, അതായത് കപ്പ. അപ്പോൾ അമ്മ ഏതായാലും അത് തോലെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. കൊള്ളി വെക്കുമ്പോൾ നമുക്ക് എന്തായാലും മീൻകറി നിർബന്ധമാണ്. അപ്പോൾ അതൊരു സൈഡായിട്ട് ആവുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ മുറിച്ചു ഒരു പാത്രത്തിലാക്കി വെള്ളമൊഴിച്ചു, ആവശ്യത്തിൻ്റെ ഉപ്പും മഞ്ഞളിലിട്ട് ഒന്ന് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തോ വിഷാംശം ഉണ്ടാകുന്നതെന്ന് പറയൽ. അപ്പോൾ ഏതായാലും നമുക്ക് വേവിക്കാൻ വെക്കാം. സൈഡായിട്ട് നമ്മൾ മീൻകറിയും റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കൊള്ളി വെന്ത് കഴിഞ്ഞു. ഇനിയും നമുക്കിത് ഊറ്റിയെടുക്കാം. അത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് കോരിയിടാം. എന്നിട്ട് വീണ്ടും നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിലേക്ക് തേങ്ങയും പിന്നെ നമ്മൾ കാന്താരി മുളക്, വെളുത്തുള്ളി ഇതെല്ലാം നന്നായി പൊടിച്ച് ചതച്ചിട്ട് അതിലേക്കിട്ട് ഇളക്കിയിട്ട് നല്ല കുഴഞ്ഞിട്ടുണ്ടാവും. നല്ല അതിലേക്ക് കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കാം. കൂടെ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം, കറിവേപ്പില എല്ലാം ഇട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും കപ്പ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മീൻകറിയും റെഡി ആവുന്നുണ്ട്. മത്തിക്കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, കഴിക്കാൻ വേണ്ടി കുറച്ച് മത്തിയിട്ട്. അപ്പോൾ അതിനെ കൊണ്ട് അത്യാവശ്യം നമ്മൾ ചെറിയ പിടിക്കൈകളെല്ലാം ചേർത്ത് ഒരു കുഞ്ഞ് മീൻകറി എന്ന് പറയാം. അപ്പോൾ ഏതായാലും നമ്മൾ മീൻകറി റെഡിയായി. അപ്പോൾ നമ്മൾ കപ്പയും റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കപ്പയും മീൻകറിയും കഴിക്കുക അതൊരു പ്രത്യേക ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഒരു ചമ്മന്തിയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.